ഹലോ ഗ്രീമീഡിയസിലേക്ക് സ്വാഗതം. ബബബ തൂത്തെറിഞ്ഞിരിക്കുന്നത് കെ ജി എഫ് ടുവിൻ്റെ റെക്കോർഡാണ്. പ്രീ സെയിലിലൂടെ കേരള ബോക്സ് ഓഫീസിൽ ടോപ്പ് 5 എടുത്തു നോക്കുകയാണെങ്കിൽ ബബബ ഇപ്പോൾ കെ ജി എഫിനെ തകർത്ത് 4-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലാലേട്ടൻ്റെ എൽ ടു ഇ എമ്പുരാൻ 11,69,00,000 രൂപയോടെയാണെങ്കിൽ രണ്ടാമത് വിജയാണ് 8,81,00,000 രൂപ 3,021 ഷോകളിൽ നിന്ന്. പിന്നീട് നമ്മുടെ തലൈവർ രജനീകാന്ത് 8,02,00,000 രൂപ 2,519 ഷോകളിൽ നിന്ന് കൂലി എന്ന ചിത്രത്തിലൂടെ. ഇപ്പോൾ കെ ജി എഫ് നേടിയത് 4,31,00,000 രൂപയായിരുന്നു. അതായത് 1,577 ഷോകളിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇവിടെ ബബബ 4,34,00,00,000 നേടി 2,048 ഷോകളിൽ നിന്ന് റെക്കോർഡ് തിരുത്തിയിരിക്കുന്നു. അതെ, ബബബ തൊട്ട് തുടങ്ങിയതെല്ലാം തന്നെ റെക്കോർഡ് ചരിത്രമാക്കിക്കൊണ്ട് തന്നെയാണ്. ആദ്യ ദിനത്തിൽ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷനും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അതായത് ട്രാക്ക്ഡ് കളക്ഷൻ പ്രകാരം 6,41,00,000 രൂപയോളം സിനിമയ്ക്ക് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അതായത് ഏറെക്കുറെ ഒരു 6.25 കോടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 15 കോടി കളക്ട് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ഓവർസീസ് കാര്യങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മോർണിംഗ് ഈവനിങ് ഷോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലേറ്റായിട്ടാണ് ഷോകൾ തുടങ്ങിയത്. ചില സാങ്കേതിക കാരണങ്ങളാൽ. എന്താണേലും അക്ഷരാർത്ഥത്തിൽ ബോക്സ് ഓഫീസ് അഴിഞ്ഞാട്ടം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ബുക്ക് മൈ ഷോയിൽ തീ പടർത്തിക്കൊണ്ട് ബോക്സ് ഓഫീസിനെ ചുട്ട് ചാമ്പലാക്കിക്കൊണ്ട് ദിലീപും കൂട്ടരും ഒപ്പം ലാലേട്ടൻ കൂടി അരങ്ങ് തകർക്കുമ്പോൾ അതെ, തിയേറ്ററിൽ തീ പറക്കുകയാണ്. ഇന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നു വരാം. മണിക്കൂറിൽ 15,000 20,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു. ഇപ്പോൾ രാത്രിയിൽ പോലും 4,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രീമീഡിയാസ്.